ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴക്കൂട്ടം നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രൻ ഈ കേരളത്തിലെ മന്ത്രിയും കൂടിയായ ദേവസ്വം ബോർഡ് മന്ത്രിയുമൊക്കെയായ കടകംപള്ളി സുരേന്ദ്രനാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിൻ്റെ സ്വീകരണ പര്യടന പരിപാടികൾ ഇന്നലെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ ആനേറയിൽ നിന്നാണ് ഈ സ്വീകരണ പരിപാടി ആരംഭിച്ചത്. ഇന്നത്തെ ഈ സ്വീകരണ പരിപാടി ഇവിടെ 4 മണി മുതൽ ഉച്ചയ്ക്ക് ശേഷമുള്ള സ്വീകരണ പരിപാടി 4 മണി മുതൽ ചേങ്കോട്ടോണം ജംഗ്ഷനിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അങ്ങനെ സ്ഥാനാർത്ഥി എത്താൻ വേണ്ടിയിട്ട്, സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വളരെ ആവേശത്തോടെ പ്രവർത്തകർ ഇവിടെ കുറേ നേരമായി കാത്തു നിൽക്കുകയാണ്. വളരെ താമസിക്കാതെ തന്നെ സ്ഥാനാർത്ഥി എത്തും എന്ന പ്രതീക്ഷയിലാണ് ഇവർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളരെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥിയായ കടകംപള്ളി വിജയിക്കേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം കഴക്കൂട്ടം സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമായിരിക്കുന്നു. സംസ്ഥാന തലത്തിൽ ശോഭാ സുരേന്ദ്രനും അതുപോലെ കോൺഗ്രസിൻ്റെ SS ലാലും ആണ് മറ്റു മുന്നണികൾ മത്സരിക്കുന്നത്. അങ്ങനെ വളരെ ഉശിരുള്ള, വളരെ സമർത്ഥരായ, വളരെ കരുത്തുറ്റ സ്ഥാനാർത്ഥികളുടെ ഒരു വളരെ തീവാറുന്ന പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. എൻ്റെ പ്രിയമുള്ള നാട്ടുകാരെ, ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി വീണ്ടും ജനവിധി തേടുന്ന എനിക്ക് എൻ്റെ ചിഹ്നമായ ചുറ്റികരിവാൾ നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട വോട്ടവകാശം രേഖപ്പെടുത്തി എന്നെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി സംസ്ഥാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്തയക്കണമെന്ന് വിനയപുരസരം ഞാൻ അപേക്ഷിക്കുകയാണ്. ഒരു ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഭരണ തുടർച്ച ഉറപ്പാക്കാൻ ഇടതു ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന എനിക്ക് ചുറ്റികരിവാൾ നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട വോട്ടവകാശം രേഖപ്പെടുത്തി നല്ല ഭൂരിപക്ഷത്തിൽ എന്നെ വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥി മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ ജനങ്ങളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നടക്കുകയാണ്. ഈ സമയത്ത് ഈ തിരക്കിനിടയിൽ നമുക്ക് അദ്ദേഹത്തിനോട് 1-2 ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒരു കരുത്തനായ ഒരു പോരാളിയാണ്, അല്ലെങ്കിൽ ഒരു പ്രതിയോഗയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. അവരുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. ജനങ്ങളുടെ മുന്നിൽ വികസനത്തിന്റെ പ്രശ്നങ്ങളും ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളും ഉന്നയിച്ചുകൊണ്ട് വോട്ട് ചോദിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് എന്നെ നന്നായിട്ട് അറിയാം. ഞാൻ ഇന്നലെയോ മിനിയാന്നോ ഇവിടെ വന്നിറങ്ങിയ ഒരാളല്ല. ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞ കുറേ വർഷക്കാലമായിട്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്. നിശ്ചയമായിട്ടും അവർ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് വേണ്ട പിന്തുണയും അംഗീകാരവും സ്നേഹവും ആശീർവാദവും അനുഗ്രഹവും ഒക്കെ അവർ തരും. അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമാണ്. കക്ഷിയുടെ മാത്രമല്ല, നിങ്ങൾ ഈ ചുറ്റുപാട് നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയും ആളുകളുടെ താല്പര്യം എന്താണ്. ഭൂരിപക്ഷത്തെ കുറിച്ചൊന്നും പറയാൻ ഞാനല്ല. നിശ്ചയമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ അഭിമാനകരമായിട്ടുള്ള വിജയം കരസ്ഥമാക്കാനായിട്ട് ഇടതു മുന്നണിക്ക് സാധിക്കും. രാഷ്ട്രീയ പോരാട്ടമാണ്. തെരഞ്ഞെടുപ്പ് പോരാട്ടം ഒരു രാഷ്ട്രീയ പോരാട്ടം എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരുന്നത്. ഇടതുപക്ഷ മുന്നണി കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ സംസ്ഥാനത്ത് നടത്തിയ പ്രവർത്തനങ്ങൾക്കുള്ള ആ പ്രവർത്തന മികവിനുള്ള അംഗീകാരമാണ് ഞങ്ങൾ തേടുന്നതും ജനങ്ങൾ നൽകാൻ പോകുന്നതും. സംസ്ഥാനമൊട്ടാകെ ഒരു ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നൊരു കാലമാണ്. ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ആ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എല്ലാവരുടെയും പിന്തുണയും സഹായവും ഞങ്ങൾക്കുണ്ടാവും. മറ്റ് ചർച്ചകളും മറ്റു കാര്യങ്ങളിലേക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല. സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് നമ്മൾ ഉന്നയിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യമായിട്ടുള്ള മുദ്രാവാക്യം എന്ന് പറയുന്നത്. അല്ലാതെ മറ്റു കാര്യങ്ങളല്ല.
ഇരുവശങ്ങളിലും കൂടി നിൽക്കുന്ന ആൾക്കാരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ മുന്നോട്ട് നീങ്ങുന്നത്. വികസന പ്രവർത്തനങ്ങൾ ഊന്നിക്കൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ഇവിടെ നടക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. മറ്റ് വിഷയങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയേതരമായ മറ്റ് വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ് ഏറ്റവും പ്രധാനമെന്നും മറ്റ് രാഷ്ട്രീയേതരമായ വിഷയങ്ങൾ ഇവിടെ ചർച്ചയാവുന്നില്ല എന്നും അത് മറ്റ് എതിരാളികൾ മറ്റ് രാഷ്ട്രീയ മുന്നണിയിൽപ്പെട്ടവർ അത് ചർച്ചയാക്കാൻ ശ്രമിച്ചാൽ അത് ജനങ്ങളുടെ ഇടയിൽ ഏക്കില്ല എന്നുമുള്ള ദൃഢനിശ്ചയത്തോടുകൂടി ഇടതുമുന്നണി സർക്കാർ തിരിച്ചു വരുന്ന ഉറപ്പ് നിലനിർത്തിക്കൊണ്ട് ആണ് കടകംപള്ളി സുരേന്ദ്രൻ തൻ്റെ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ ജെയിൻ ശിവൻസിനൊപ്പം VP നന്ദകുമാർ, ശാന്തിഗിരി ന്യൂസ്.